വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നിങ്ങളേവരെയും യേശുനാമത്തിൽ ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 43-ാം വചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് ഓൺലൈൻ ക്ലാസ് എല്ലാം തീർന്ന് ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയ സമയത്ത് ഒരു സ്കൂളിൽ നിന്ന് അച്ചടക്ക നടപടിക്ക് വിധേയനായ ഒരു വിദ്യാർത്ഥിയെയും കൂട്ടി അപ്പൻ കൗൺസിലിങ്ങിന് എത്തുകയുണ്ടായി. ഏകദേശം 13 വയസ്സ് പ്രായമുള്ള മകനെയും കൂട്ടി അപ്പൻ വന്നിരിക്കുകയാണ്. അപ്പൻ പറഞ്ഞ കാരണം, ഇവൻ സ്കൂളിൽ എന്തൊക്കെയോ കുരുത്തക്കേടുകളൊക്കെ കാണിച്ചിട്ടുണ്ട്, ഒരു കൗൺസിലിങ്ങിന് പോയിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് സാർ പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഞാനിവിടെ കൊണ്ടുവന്നതാണ്. ഇവർ വരുന്നതിന് മുമ്പ് തന്നെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. വളരെ ഗുരുതരമായ ഒരു അച്ചടക്ക ലംഘനമാണ് ഈ മകൻ നടത്തിയിരിക്കുന്നത്. അത് കാര്യകാരണ സഹിതം മാതാപിതാക്കളെ 2 പേരെയും സ്കൂളിലേക്ക് വിളിപ്പിച്ച് ഏറെ നന്നായി വിശദീകരണം കൊടുത്ത് ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ പേരൻസിനെയും കൂടെ വിളിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ്. 90% തെറ്റും എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിനായി കൂട്ടിക്കൊണ്ടു വന്ന വിദ്യാർത്ഥിയുടെ ഭാഗത്താണ് എന്ന് ആർക്കും ഇത് കേട്ടാൽ മനസ്സിലാകും എന്നിരിക്കെ പിതാവിൻ്റെ പ്രതികരണം എന്നെ അത്ഭുതപ്പെടുത്തി. എന്തോ ഒരു ചെറിയ കാര്യം സ്കൂളിൽ ചെയ്തിട്ടുണ്ട്, കൗൺസിലിങ്ങിന് പോയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് വന്നത്. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, വലിയ ഒരു കൃത്യവിലോപത്തെ ഇത്ര നിസ്സാരമായിട്ടെടുക്കുന്ന പിതാവിൻ്റെ മകന് എങ്ങനെയാണ് താൻ ചെയ്തത് ഒരു ഗൗരവമായ തെറ്റ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഏറെ നേരം ഈ കുട്ടിയുമായി സംസാരിക്കുമ്പോഴെല്ലാം കുട്ടി പറയുന്നത്, ഇതൊക്കെ സാധാരണയല്ലേ, സ്കൂളുകളിൽ ആൺകുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഇതിനെ ഇത്ര വലുതായ ഒരു തെറ്റായി കണക്കിലെടുത്തത് സ്കൂൾ അധികൃതരല്ലേ. എന്നിട്ട് വീട്ടിലിരിക്കുന്നവരെ വിളിച്ച് ഇത് മുഴുവൻ പറയുക, സ്കൂളിൽ നിന്ന് വിടുക, കൗൺസിലിങ്ങിന് പോയിട്ടേ വരാവൂ എന്ന് പറയുക. ഇതൊക്കെയല്ലേ ഇന്നത്തെ സിറ്റുവേഷന് അനുയോജ്യമല്ലാത്ത നടപടികൾ. കുട്ടിയുടെ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഏറെ സമയം എടുത്ത് കൗൺസിലിംഗ് ചെയ്തപ്പോഴാണ് വീട്ടിലെ ഒരവസ്ഥ ഏകദേശം എനിക്ക് മനസ്സിലായത്. 3 കുട്ടികളുള്ള കുടുംബത്തിൽ യാതൊരു ഉത്തരവാദിത്വം എടുക്കാത്ത അച്ഛൻ, വലിയ ബിസിനസ്സാണ്, കൂട്ടുകാരുമൊത്ത് മദ്യപിച്ച് വളരെ ലേറ്റായിട്ട് കുടുംബത്ത് വന്ന് കയറാറുണ്ട്, പൈസയ്ക്ക് കണക്ക് ഒന്നുമില്ല, കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് അവരെടുക്കാറുണ്ട്.
അമ്മയാണെങ്കിൽ സാമൂഹ്യ പ്രവർത്തകയാണ്. ഒരു പഞ്ചായത്തിലെ ഏറെ ഉത്തരവാദിത്തങ്ങളെല്ലാം ശിരസ വഹിക്കുന്ന ഒരു വനിതയാണ് ഈ കുട്ടിയുടെ അമ്മ. ഒരു ചേച്ചിയും ഇളയൊരു അനുജനും ഉൾപ്പെടുന്ന ഈ കുടുംബത്തിൽ ഒരു സെർവൻ്റാണ് ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം ഏകദേശമൊക്കെ നോക്കിക്കൊണ്ട് പോകുന്നത്. മാതാപിതാക്കൾ രണ്ടുപേരും വരാൻ കുറേ വൈകും. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും, ഇല്ലെങ്കിൽ വീട്ടിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, അതും കൊണ്ട് പോയി ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കും, കഴിക്കും, ഇല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കും. ഫോണിനൊന്നും ഒരു വിലക്കുമില്ല. വൈഫൈ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും കുടുംബത്തുണ്ട്. ആൺകുട്ടിക്ക് വെളിയിൽ പോകാനായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബൈക്ക് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ആ വീട്ടിലുണ്ട്. ഒരു ശിക്ഷണം ലഭിക്കാത്ത, യാതൊരു മേൽനോട്ടവും ലഭിക്കാത്ത കുട്ടികൾ അവർക്കിഷ്ടമുള്ളതുപോലെ അവരും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽപ്പെടുന്ന ഇവരോട് ഞാൻ ഈ കുഞ്ഞിനോട് ചോദിക്കുകയുണ്ടായി, പള്ളിയിലൊക്കെ പോകുമോ? അതൊക്കെ കൊറോണയ്ക്ക് ശേഷം പള്ളിയൊന്നും തുറന്നിട്ടില്ലല്ലോ. അതിനുശേഷം പള്ളികളിലെല്ലാം ആരാധനാക്രമങ്ങൾ അതേപോലെ നടക്കുന്നതൊന്നും കുട്ടിയുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. യാതൊരു ജീവിത മൂല്യങ്ങളും ആത്മീയതയും ഇല്ലാതെ വളരുന്ന ഒരു കുടുംബത്തിൽ നിന്ന്, കുട്ടികളിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? കുടുംബ പ്രാർത്ഥനയുടെ കാര്യം ചോദിച്ചപ്പോൾ ഈ കുട്ടി പറയുകയാണ്, ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകും. കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കും, എന്നിട്ട് കുരിശ് വരയ്ക്കും, കിടക്കാൻ പോകും. ജപമാലയില്ല, മറ്റ് യാതൊരു പ്രാർത്ഥനകളും ഇല്ലാത്ത ഒരു കുടുംബം. മാതാപിതാക്കളുടെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അവർക്കും സമയം കിട്ടാറില്ല. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും കൗൺസിലിങ്ങിനായി കുഞ്ഞുങ്ങളെ പലവിധ പ്രശ്നങ്ങളിൽപ്പെട്ട് കൊണ്ടുവരുമ്പോൾ ആദ്യം കുട്ടികളോട് സംസാരിക്കും. കുട്ടികളോട് സംസാരിക്കുമ്പം തന്നെ നമുക്ക് പിടികിട്ടും ഈ കുട്ടികൾ ഇങ്ങനെ ആയതിൻ്റെ പിന്നിൽ ഒരു വ്യക്തമായ കാരണം ഉണ്ട് എന്നത്. അത് മിക്കവാറും കുടുംബപരമായിട്ടുള്ള ഒരു കാരണമായിരിക്കുക തന്നെ ചെയ്യും. പിന്നെ മാതാപിതാക്കളോടും ഇതേപ്പറ്റി സംസാരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാകും. മാതാപിതാക്കൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് മക്കൾ നമ്മോട് സംസാരിക്കുമ്പോൾ പറയാറുള്ളത്. ആദ്യം പറഞ്ഞ കുട്ടിയുടെ പിതാവ് എന്നോട് പറയുകയുണ്ടായി, ഇവൻ എന്തിൻ്റെ കുറവാണ്? ഞാൻ പൈസയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെയൊക്കെ പേര് കേൾപ്പിക്കേണ്ട കാര്യം ഇവൻ എന്താണ്? നോക്കുക, ഒരപ്പനെ സംബന്ധിച്ചിടത്തോളം മകന് ഏറ്റവും ആവശ്യമുള്ളത് ആവശ്യത്തിന് പൈസയും ആവശ്യത്തിന് സ്വാതന്ത്ര്യവും മാത്രമാണ് എന്ന് വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏത് പ്രശ്നത്തിൻ്റെ പിന്നിലും മാതാപിതാക്കളാണ് എന്നൊന്നും ഞാൻ പറയില്ല. നല്ല മാതാപിതാക്കൾ, നന്നായി ജീവിക്കുന്നവർ ഒരുപാട് വേദനിച്ച് മക്കളുടെ കാര്യം പറഞ്ഞ് പലപ്പോഴും ഫോണിൽ വിളിക്കാറുണ്ട്. പക്ഷേ 80% കാര്യങ്ങളിലും നാം നോക്കുമ്പോൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഏതാനും വീഴ്ചകളായിരിക്കും കുഞ്ഞുങ്ങളെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ മാസം ഒരു കോളേജിൽ നിന്ന് ഒരു ടീച്ചർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ റെഡിയായിട്ടിരിക്കുകയാണ്, അവരോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ എനിക്കറിയാൻ കഴിയുന്ന വസ്തുത, അമ്മ നന്നേ ചെറുപ്പത്തിൽ വിവാഹബന്ധം ഒരു ലവ് മാരേജിൻ്റെ അടിസ്ഥാനത്തിലുള്ളത്, അച്ഛൻ ഉപേക്ഷിച്ചു പോയി, കുറേയേറെ വർഷമായിട്ട് അച്ഛൻ എവിടെയെന്ന് പോലും അറിഞ്ഞുകൂടാ. അമ്മ രണ്ടാമതൊരാളുമായിട്ട് ജീവിച്ചു തുടങ്ങിയിരിക്കുകയാണ്, അന്യമതസ്ഥനായ ഒരാളുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബന്ധത്തിൽ ഈ കുട്ടിക്ക് ഒരു അനുജത്തി കൂടെയുണ്ട്.
അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചയാൾ അത്ര നല്ലതല്ലാത്ത രീതിയിലാണ് ഈ കുട്ടിയെ സമീപിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 പ്രാവശ്യം അമ്മയുടെ അടുക്കൽ ഈ വിവരം സൂചിപ്പിച്ചെങ്കിലും അമ്മ അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നുമില്ല. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പ്രശ്നം, പെൺകുട്ടിയും അനുജത്തിയും ഉൾപ്പെടുന്ന ഈ കുട്ടികളിൽ 2 പേർക്കും അവരുടെ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന 2 ആൺകുട്ടികളുമായി അവർ 2 പേരും സ്നേഹബന്ധത്തിലാണ്. അനുജത്തി 7ാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ. 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഈ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വചന അധിഷ്ഠിതമായി നാം ഇതേപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് മിക്കവാറും അറിയാം, ആത്മീയമായിട്ടുള്ള രക്ഷകർതൃ യോഗങ്ങളിലെല്ലാം സംസാരിക്കാനായി ഞാൻ പോകുമ്പോൾ എല്ലാവരോടും അടച്ച് ഞാനിങ്ങനെ സംസാരിക്കാറില്ല. എങ്കിലും 80% കാര്യങ്ങളിലും കുട്ടികളുടെ പ്രശ്നങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് മാതാപിതാക്കളുടെ ചില വീഴ്ചകളിലാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറപ്പിക്കപ്പെട്ട പ്രാർത്ഥനാ ജീവിതവുമായി നന്നായി ഇണങ്ങിച്ചേർന്ന് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വചനം വഴികാട്ടിയായി പോകാറുണ്ട് എന്നതാണ് സത്യം. നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. സഭയോടും പള്ളിയോടും സഭാ അധികാരികളോടും ഒക്കെ ഏറെ ചേർന്ന് നിൽക്കുന്ന മാതാപിതാക്കളുള്ള കുടുംബത്തിലെ കുട്ടികളും അത് തന്നെ മാതൃകയാക്കി നല്ല കുട്ടികളായി വളർന്നു വരുന്നത് നാം കാണാറുണ്ട്. വീട്ടിൽ കാര്യങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾക്കാണോ മൂല്യം കൊടുത്തിരിക്കുന്നത് അത്രയും കാര്യങ്ങളിൽ സാധാരണ കുട്ടികളും മൂല്യം കണ്ടെത്തുന്നത് നിസ്സംശയമായ കാര്യം തന്നെയാണ്. നമുക്ക് വചനത്തിലൂടെ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് നോക്കാം. ഇപ്പോൾ പറഞ്ഞ വചനം, നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. മാതാപിതാക്കൾ ദൈവോന്മുഖരായിട്ടുള്ള ഒരു കുടുംബത്തിലെ കുട്ടികളും ഏകദേശം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളും മുതിർന്നവരും ചിന്തിക്കേണ്ടത്, കുട്ടികൾ തെറ്റിൻ്റെ വഴിയെ സഞ്ചരിക്കുകയാണ്, കുട്ടികളെ കൊണ്ട് ഒരുപാട് മാനസികമായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തികളും കൂടെ കറക്റ്റ് ചെയ്യാനുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നമ്മൾ ആരും പരിപൂർണരല്ലല്ലോ. എങ്കിലും ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും അങ്ങോട്ട് നടന്നെടുക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ഏതാനും വചനങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 17-ാം വചനം ഇങ്ങനെ പറയുന്നു: നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 33-ാം വചനം ഇങ്ങനെ പറയുന്നു: ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയുക. മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നാൽ തീർച്ചയായും മക്കളും ആ ഒരു മാതൃക പിന്തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും നമുക്ക് കാണാൻ സാധിക്കും, വചനത്തിലൂടെ പോകുമ്പോൾ യേശുവും പിതാവായ ദൈവവും ഒക്കെ എന്ത് മാതൃകയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം വചനം ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. മാതാപിതാക്കൾ എന്ന നിലയിൽ വലിയ ഒരു ഉത്തരവാദിത്തമാണ് മക്കളെ നമുക്ക് ലഭിക്കുന്നതിലൂടെ നിർവഹിക്കാനുള്ളത്. നാം എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, ദൈവം തന്ന മക്കളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മാതൃക നൽകിക്കൊണ്ടായിരിക്കണം നാം മുന്നോട്ട് സഞ്ചരിക്കേണ്ടത്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം വചനം
നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഈ അടുത്തയിടെ ഒരു അഗതി മന്ദിരം സന്ദർശിക്കാനിടയായി. ചെറുപ്പക്കാരായ 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും അവിടുത്തെ പാവപ്പെട്ട രോഗികളുടെ മുറിവുകൾ വെച്ച് കെട്ടുന്നതും അവരെ ശുചിയാക്കാനും മറ്റും യാതൊരു അറപ്പും വെറുപ്പുമില്ലാതെ ശുശ്രൂഷിക്കുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഏകദേശം 2 മണിക്കൂറിന് ശേഷം ആ ഒരു മന്ദിരത്തിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് ഈ 3 കുട്ടികളെയും വിളിച്ച് ഞാൻ ചോദിക്കുകയുണ്ടായി, നിങ്ങളെ ഇങ്ങനെ ഒരു സേവനം ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? 2 സഹോദരിമാരുടെ മക്കളാണ് ആ 3 പേര്. ആ മക്കൾ പറയുകയാണ്, ഞങ്ങളുടെ 2 പേരുടെ കുടുംബവും അപ്പനും അമ്മയും ജോലി ചെയ്യുന്നവരാണ്. അവധി ദിവസങ്ങളിൽ രാവിലെ ഇവിടെ വന്ന് ഇവിടെ ശുശ്രൂഷ ചെയ്ത് ഭക്ഷണം എല്ലാം ഒരുക്കാനായിട്ട് സഹായിച്ച് ഇവിടെ ഭക്ഷണം കഴിച്ച് ഏകദേശം 4 മണിയോടെ വീട്ടിലേക്ക് മടങ്ങുക എന്നതാണ് ഞങ്ങളുടെ രീതി. നോക്കുക, ഈ കാലഘട്ടത്തിലും അവധി ദിവസങ്ങളേറെ വിലപ്പെട്ട ഈ കുടുംബം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന മക്കൾ അവരായിരിക്കുന്ന കോളേജിലും അവരായിരിക്കുന്ന മേഖലകളിലും എല്ലാം ഇതൊന്നും ചെയ്യാൻ മടി കാട്ടാത്തവരാണ്. സ്വാർത്ഥതയും ഒന്നും ചെയ്യണ്ട, ആരെയും സഹായിക്കണ്ട, സാമ്പത്തികമായിട്ട് ആർക്കും കൊടുക്കണ്ട എന്നുള്ള ചിന്താഗതിയിലെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളും ഇതേ സ്വഭാവ വിശേഷങ്ങളോടെ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു വചനം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 8-ാം തിരുവചനം. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. നമ്മുടെ മക്കളും കുടുംബാംഗങ്ങളും അവരുടെ പ്രവൃത്തികളും എല്ലാം പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിലുള്ളതാണോ അല്ലയോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ കേട്ട ഒരു കഥ എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. വീട്ടിൽ പിതാവിനെ അന്വേഷിച്ച് വെളിയിൽ നിന്ന് ഒരാൾ വന്നു. പൈസ കടം വാങ്ങിയിട്ടുള്ള ആള് ആ പൈസ ചോദിച്ചു വന്നതാണ്. പിതാവ് അകത്ത് കയറി ഒളിച്ചിരുന്നിട്ട് 7 വയസ്സുള്ള കുട്ടിയോട് പറഞ്ഞു, വെളിയിൽ വന്ന് നിൽക്കുന്ന ആളോട് പറയണം, അച്ഛൻ ഇവിടെ ഇല്ല, വെളിയിൽ പോയിരിക്കുകയാണ്. കുട്ടി പോയി അതുപോലെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ കുട്ടി വളർന്നു വരുമ്പോൾ നാം എന്താണ് ആ കുട്ടിക്ക് ഒരു മെസ്സേജായിട്ട് ഇപ്പോൾ കൊടുത്തത്? നുണ പറയാനുള്ള ഒരു പാഠം വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുന്ന കുട്ടി അല്പം കൂടെ മുതിർന്നു വരുമ്പോൾ പിതാവിനോടും മാതാവിനോടും വരെ ഇതുപോലെയുള്ള നുണകൾ പറയാൻ ഈ കുട്ടി ഏറെ പ്രാക്ടീസുള്ളയാളായി തീരുകയാണ്. സമൂഹത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വവും അകമഴിഞ്ഞ് സഹായിക്കാനുള്ള സന്നദ്ധതയും എല്ലാം സംസാരത്തിൽ ഉൾപ്പെടുത്തുകയും പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്യുന്ന കുടുംബങ്ങളിലെ കുട്ടികൾ സാധാരണ ഈ ഒരു വഴിയിൽ കൂടെ തന്നെ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏറെ സാമൂഹ്യ സേവനം സ്വാർത്ഥതയില്ലാതെ ചെയ്യുന്ന ചില കുടുംബങ്ങളിലെ അടുത്ത തലമുറയും ഇതുപോലെ തന്നെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? നമുക്ക് കുറച്ചുകൂടി വചനം അനുസരിച്ച് കുടുംബത്തിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കാം. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാം വചനം ഇങ്ങനെ പറയുന്നു, പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. തീർച്ചയായും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തത്തെ ചൂണ്ടിക്കാണിക്കുന്ന വചനമാണ് നാം ഇപ്പോൾ വായിച്ചത്. 1 തിമോത്തി 3-ാം അധ്യായം 4-ാം തിരുവചനം വീണ്ടും ഇങ്ങനെ പറയുന്നു, അവൻ തൻ്റെ കുടുംബത്തെ ശരിയായി നിയന്ത്രിക്കുന്നവനും സന്താനങ്ങളെ അനുസരണത്തിലും വിനയത്തിലും വളർത്തുന്നവനും ആയിരിക്കണം. ഒരു പിതാവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു വചനഭാഗമാണ്
നാം ഇപ്പോൾ കണ്ടത്. വീണ്ടും അമ്മമാർക്ക് ഏറ്റവും മാതൃകയാകുന്ന ഒരു വചനമാണ് 1 തിമോത്തിയോസ് 5-ാം അധ്യായം 10-ാം വചനം. മെച്ചുവറായ പക്വമതിയായ ഒരു വിധവ എങ്ങനെയായിരിക്കണമെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നതെങ്കിലും എല്ലാ കുടുംബനാഥമാർക്കും അനുകരിക്കാവുന്ന ഒരു വചനമാണ് ഇത്. വചനം ഇങ്ങനെ പറയുന്നു: അവൾ സൽപ്രവൃത്തികൾ വഴി ജനസമ്മതി നേടിയിട്ടുള്ളവളായിരിക്കണം. അതായത് സ്വന്തം സന്താനങ്ങളെ നന്നായി വളർത്തുകയും അതിഥി സൽക്കാരത്തിൽ താല്പര്യം കാണിക്കുകയും വിശുദ്ധരുടെ പാദങ്ങൾ കഴുകുകയും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും എല്ലാവിധ സൽപ്രവൃത്തികൾക്ക് വേണ്ടി തന്നെ അർപ്പിക്കുകയും ചെയ്തവളായിരിക്കണം. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ സ്വഭാവം എങ്ങനെയാണ്, ചിന്താഗതി എങ്ങനെയാണ്, പ്രവൃത്തി എങ്ങനെയാണ്, സംസാരം എങ്ങനെയാണ്, ഇതേ രീതി തന്നെയായിരിക്കും മക്കളും അനുവർത്തിക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ കഴിഞ്ഞ ആഴ്ച ഒരു കൗൺസിലിംഗ് ചെയ്തപ്പോൾ വിവാഹിതയായ ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടുകാരെ പറ്റി അല്പം ഒരു അകലത്തിൽ നിൽക്കുകയാണ്. എങ്കിലും ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളെപ്പറ്റി പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു സംശയം തോന്നി. ഇത്ര വിദ്യാഭ്യാസമുള്ള ഒരു യുവതി ഇത്ര നിലവാരം താഴ്ത്തി മറ്റുള്ളവരെ പറ്റി എങ്ങനെയാണ് സംസാരിക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാര രീതി നമ്മുടെ കുടുംബത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്നത് തന്നെയാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇങ്ങനെ മറ്റൊരു കുടുംബത്തിലെ അംഗങ്ങളെ പറ്റി ഇത്രയും മോശമായിട്ട് സംസാരിക്കണമെങ്കിൽ ആ കുടുംബത്തിലെ സംസാര രീതി ഏകദേശം ഇതായിരിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. സംസാരത്തിൻ്റെ അവസാനം ഞാൻ പറയുകയുമുണ്ടായി, പ്രശ്നങ്ങൾ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷേ താങ്കളുടെ സംസാര രീതിയും ചിന്താഗതിയും മാറ്റിയില്ലെങ്കിൽ കുടുംബജീവിതം തകരും എന്നതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ചെറിയ സുവിശേഷ ഭാഗം കടന്നു പോകാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ വചനവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. ഇത് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശം എന്ന് പറഞ്ഞുള്ളതാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എങ്ങനെ ചുവട് കിളച്ച് വളമിടുന്നവരാകാം എന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. മാതാപിതാക്കളുടെ പ്രവൃത്തിയും മാതൃകയും മക്കളെ ഏറെ ബാധിക്കുമെന്നിരിക്കെ ഏതെങ്കിലും കുടുംബത്തിൽ മക്കളുടെ വഴിവിട്ടുള്ള പോക്ക് കാരണമോ കുടുംബാംഗങ്ങളുടെ വഴിവിട്ടുള്ള പോക്ക് കാരണമോ വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വചനങ്ങൾ നമുക്ക് വഴികാട്ടിയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ ഈ ഉപമ പറഞ്ഞു: ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം. കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, മക്കളെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ടാവും. ഒരു സ്വയം പരിശോധനയ്ക്കുള്ള അവസരമാണ് ഈ വചനങ്ങളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നത്. നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ, ചിന്താഗതികളെ, പ്രാർത്ഥനാ ജീവിതത്തെ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് അപഗ്രഥിച്ച് ചിന്തിച്ച് നോക്കാം. നമ്മുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വീഴ്ചകളുണ്ട് എങ്കിൽ അതാദ്യം കർത്താവിനോട് ഏറ്റുപറയുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നമുക്ക് ജീവിതം തന്നെ ഒന്ന് മാറ്റി എഴുതാനുള്ള ഒരു അവസരമാണ് ഈ വചനങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുക. മക്കളുടെ വഴിവിട്ടുള്ള പോക്ക് മൂലം വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ടാകാം. അതോർത്ത് ഏറെ സങ്കടപ്പെടുന്ന അധ്യാപകരും അധികാരികളും ഉണ്ടാകാം. നമുക്ക്
ഒരു സ്വയം പരിശോധന നടത്തി നോക്കാം. കൂടുതൽ ഫലം തരുന്ന വൃക്ഷങ്ങളാകാൻ നമ്മുടെ ജോലി സ്ഥലത്തും നമ്മുടെ കുടുംബത്തിലും നമുക്ക് എന്ത് ചെയ്യാം എന്ന് നമുക്കൊന്ന് ശ്രമിക്കാം. ആരെങ്കിലും ഫലം തരാതെ നമ്മുടെ കുടുംബത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാനും നമ്മുടെ ജീവിത രീതിയിലും പ്രാർത്ഥനാ ജീവിതത്തിലും അല്പം കൂടെ തീഷ്ണത വരുത്താനും ഈ വചനങ്ങൾ തീർച്ചയായും നമ്മെ സഹായിക്കും എന്നതിൽ സംശയമില്ല. അങ്ങനെ ചെയ്താൽ അവിടെ ചുവട് കിളച്ച് വളമിട്ട് മേലിൽ അത് ഫലം നൽകിയേക്കാം എന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി മുതിർന്നവരായ നമുക്കെല്ലാവർക്കും ഉണ്ട്. നമുക്ക് നമ്മുടെ വളർന്നു വരുന്ന തലമുറയെയും കുടുംബാംഗങ്ങളെയും പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പോരായ്മകൾ ഇല്ലാത്ത വ്യക്തികളില്ലല്ലോ, ആരും പരിപൂർണരല്ലല്ലോ. എങ്കിലും കർത്താവിനോട് നമുക്ക് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയം കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. കർത്താവെ, ഇത്രയും സമയം അങ്ങ് ഞങ്ങളോട് വചനത്തിലൂടെ സംസാരിക്കുകയായിരുന്നല്ലോ. കർത്താവെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് അങ്ങേക്ക് ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കാൻ തക്ക രീതിയിൽ ഉള്ള വൃക്ഷങ്ങളായി മാറാനായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ എളിമയോടെ അപേക്ഷിക്കുകയാണ്. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും കർത്താവെ അങ്ങയുടെ മുമ്പിൽ ഏറ്റു പറയുന്നു. അങ്ങയുടെ കരുണയും കൃപയും ഞങ്ങളുടെ മേലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുടുംബാംഗങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ ഒക്കെ കർത്താവെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഏറെ വേദനിക്കുന്നവരും വിഷമിക്കുന്നവരും ഒക്കെ കർത്താവെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയെ ഞങ്ങളെ അങ്ങ് പൂർണ്ണമായി ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ബലഹീനതകൾ കണക്കിലെടുക്കാതെ കർത്താവെ ഞങ്ങളെ അങ്ങയുടെ എളിയ ഉപകരണങ്ങളാക്കി അങ്ങ് മാറ്റണമേ, ഉപയോഗിക്കണമേ. മറ്റുള്ളവർക്ക് വേണ്ടി ചുവട് കിളച്ച് വളമിടുന്നവരാകാൻ, അവരിൽ നിന്ന് നല്ല ഫലമുണ്ടാകാൻ കർത്താവെ അങ്ങയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന കൃഷിക്കാരായി മാറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേ. മാതാവേ, നിരന്തരമായി ലോകത്തിനു വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന അങ്ങ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുണ്ടോ, ആരെല്ലാം വിഷമിക്കുന്നു ദുഃഖിക്കുന്നുണ്ടോ, ഞങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ടോ, അവർക്കെല്ലാവർക്കും വേണ്ടി ഈശോയോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ